ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാവർക്കും BTS അക്കാഡമിയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് SSLC എക്സാമിൻ്റെ മാർച്ച് 2018 നടത്തിയ ഹിന്ദി എക്സാമിൻ്റെ പേപ്പറാണ്. അപ്പോൾ നമുക്ക് ആദ്യം തന്നെ പോകും. ബീർബഹൂട്ടിയിലെ ഒരു ചെറിയ ഭാഗം തന്നിട്ടുണ്ട്. അതിനകത്ത് ആദ്യത്തെ ക്വസ്റ്റ്യൻ സഹി പ്രസ്താവന ചുൻകർ ലിഖോ എന്നാണ്. അടുത്തത് ക്രിയാക്ക സഹി രൂപ, ക്രിയയുടെ കറക്റ്റ് രൂപത്തിൽ അവിടെ ഫില്ലിംഗ് ദ ബ്ലാങ്ക്സ് കറക്റ്റ് ചെയ്യാനായിട്ടാണ് ചോദിച്ചേക്കുന്നത്. ബേല ക മൻ ബഹുത്ത് ഖരാബ്, ഹോ ഏതായാലും വരും. പിന്നെ ഏതായിരിക്കും വരിക? ബേല സാഹിൽ. സാഹിൽ ഒരു ആൺകുട്ടിയാണ്, ബേല എന്ന് പറയുന്ന ഒരു പെൺകുട്ടിയാണ്. സോ എന്തായിരിക്കും വരിക? ഒരു ഗീ വരും. പിന്നെ ജായേങ്കി ഉണ്ട്, ജായേങ്കി ഉണ്ട്. അതായത് എയിലും ഡിയും ആയിരിക്കും നിങ്ങൾക്ക് ഡൗട്ട് വരിക. സോ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്യുമ്പോൾ ഗ്രാമർ പോർഷൻ നന്നായിട്ട് പഠിക്കാനായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക. അടുത്തത് പത്രവും ഡയറിയും എഴുതാനായിട്ട് ചോദിച്ചിട്ടുണ്ട്. ഓർ ക്വസ്റ്റ്യനാണ്, ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്ത് എഴുതാവുന്നതാണ്. ഇനി സബ്സെ ബഡെ ഷോമാൻ എന്ന ചാപ്റ്ററിൽ നിന്നാണ് നാലാമത്തെ ക്വസ്റ്റ്യൻ. മാം കെ ഡർ കാ കാരൻ ക്യാ ഹെ, എന്താണ് അമ്മയുടെ പേടിക്ക് കാരണം എന്ന്. അത് ആ ക്വസ്റ്റ്യനിൽ അത് ആ ഒരു പാരഗ്രാഫിൽ അതുപോലെ തന്നിട്ടുണ്ടായിരുന്നു. അമ്മയുടെ പേടിക്ക് എന്താണ് കാരണം എന്നുള്ളത്. എന്താണ്? 5 വയസ്സുള്ള കുട്ടിയാണ്. 5 സാൽ കാ ബച്ച ഈ സുമ്ര ബീഡ് കോ ജ്വൽ പായെങ്കി, ഈ ഒരു വലിയൊരു ക്രൗഡിനെ അവനെങ്ങനെ കൈകാര്യം ചെയ്യുന്നുള്ളതാണ് അമ്മേൻ്റെ പേടി. ഇനി അടുത്തത് ഒരു ബാക്ചീതാണ്, അത് കംപ്ലീറ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, സ്റ്റാർട്ടിങ് കൊടുത്തിട്ടുണ്ട്. നമ്മളതൊരു കംപ്ലീറ്റ് ചെയ്യാന്നുള്ളത് മാത്രമേ നമുക്കുള്ളൂ. ഇനി ഹതേഷ എന്ന ഒരു കവിതയിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ചോദിക്കുന്നത്. അതിനകത്ത് കറക്റ്റായിട്ടുള്ളത് ചുൻകർ ലിഖോ എന്ന് പറഞ്ഞിട്ടുണ്ട്, സെലക്ട് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിൻ്റെ 7ാമത്തെ ക്വസ്റ്റ്യൻ അതിൻ്റെ ആശയം എഴുതാനുമാണ്. ഇനി ടാക്കൂർ കാ കുവ എന്നതിൽ നിന്ന് മൗഖ് കാ ഇന്തിസാർ കർണ എന്നതിൻ്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചിട്ടുണ്ട്. ഇനി അടുത്തത് रोशनी कुएं पर आ रही है, यहाँ रोशनी के बदल प्रकाश शब्द का प्रयोग करके वाक्य का पूर्ण लेखन करो. റോഷ്നി എന്ന് പറഞ്ഞ സ്ത്രീലിംഗാണ്, പ്രകാശ് എന്ന് പറഞ്ഞ പുല്ലിംഗാണെന്ന് ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ എന്ത് മാറ്റമായിരിക്കും വരിക? പ്രകാശ് കുയേപ്പർ ആ രഹ ദ എന്നായിരിക്കും വരിക. ഇനി അടുത്തത് ടാക്കൂർ കാ കുവ എന്നതിൽ ജാതിപ്രഥയുമായി ബന്ധപ്പെട്ട് ലഘുലേഖ തയ്യാറാക്കാനും ഹമാരി ജാതി മാനവ ജാതി എന്ന ഒരു സന്ദേശം തരുന്ന പോസ്റ്റർ തയ്യാറാക്കാനും ക്വസ്റ്റ്യൻ ഉണ്ട്. ഞാൻ പ്രിഫർ ചെയ്യുക പോസ്റ്ററാണ്, കാരണം പോസ്റ്റർ ആകുമ്പം പെട്ടെന്ന് നമുക്ക് ചെയ്തു തീർക്കാനായിട്ട് സാധിക്കും. അടുത്തത് ടുഡലീത്തോ പരായി എന്ന ചാപ്റ്ററിൽ ഒരു പാരഗ്രാഫ് തന്നിട്ടുണ്ട്. അതിനകത്ത് 11ാമത്തെ ക്വസ്റ്റ്യൻ മേരി എന്നതിൻ്റെ സർവനാമവും പരസംഗം എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. മേരി എന്ന് പറഞ്ഞാൽ മേം ആണ്, രാ എന്ന് വരുന്നതുകൊണ്ട് കാ എന്ന് നമുക്ക് സെലക്ട് ചെയ്യാം. അപ്പോൾ മേം പ്ലസ് കാ ആയിരിക്കും വരിക. അടുത്തത് ലഡ്ക്യോ അപ്നെ ഘരോ മേ ബി സ്വതന്ത്ര നഹി ഹെ, ലഡ്ക്യോ की व्यक्तिगत स्वातंत्र का नियंत्रण विषय पर सूचना की सहायता से टिप्पणी लिखो. ഇതിനകത്ത് ജസ്റ്റ് പെൺകുട്ടികളുടെ ഫ്രീഡം, ഒരു വ്യക്തിഗത ഒരു സ്വാതന്ത്ര്യത്തിനെ കുറിച്ചുള്ള ഒരു ടോപ്പിക്കാണ്, വിഷയമാണ് തന്നിട്ടുള്ളത്. നിയന്ത്രണം എന്നൊരു പെൺകുട്ടികളുടെ വ്യക്തിഗത സ്വാതന്ത്ര്യത്തിൻ്റെ നിയന്ത്രണം, ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ടിപ്പണി റെഡിയാക്കാനാണ്. ഓർ ക്വസ്റ്റ്യൻ എന്താണ് തന്നിരിക്കുന്ന ചാപ്റ്ററുമായി ബന്ധപ്പെട്ട് പട്കഥ തയ്യാറാക്കാനാണ്. സോ ഇത് നിങ്ങൾക്ക് സ്യൂട്ടബിൾ എന്ന് തോന്നുന്ന രീതിയിൽ സെലക്ട് ചെയ്ത് എഴുതുക. ഇനി ജയ്സൽമീർ എന്ന് പറയുന്ന ഒരു യാത്രാവൃത്തിലെ ക്വസ്റ്റ്യനാണ് തന്നിരിക്കുന്നത്. നമുക്കറിയാമല്ലോ, നമുക്കത് ഇല്ല കേട്ടോ. അതുമായി ബന്ധപ്പെട്ട ഒരു പിരമിഡും കൂടിയാണ് തന്നിരിക്കുന്നത്. ഇനി അടുത്തത് ബച്ചാ കാംപർ ആ ഒരു ഇപ്പോൾ മുന്നേ പറഞ്ഞ ഈ ക്വസ്റ്റ്യൻ വിട്ടുള്ളൂ, കാരണം ഇത് നിങ്ങൾക്കില്ല. ഇത് അന്നത്തെ സിലബസിലുണ്ടായിരുന്നു, ഇന്നത്തെ സിലബസിലില്ല. സോ അത് ധൈര്യമായിട്ട് വിട്ടുള്ളൂ കേട്ടോ. ഇനി ബച്ചേ കാംപർ ജാ രഹേ ഹേ എന്നൊരു അത് തന്നിട്ടുണ്ട് കവിത. ഇതിനകത്ത് കറക്റ്റായിട്ട് കവിതാംശം വരുന്ന ഒരെണ്ണം സെലക്ട് ചെയ്യാനായിട്ട് ചോദിച്ചിട്ടുണ്ട്. ബച്ചയ്ക്ക് സ്ഥാൻ പർ ബച്ചാ കാ പ്രയോഗ് കർണേ വാക്യ കാ പുനർലേഖൻ കലോ. ബച്ചേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് ബച്ച ആക്കി കഴിഞ്ഞാൽ എന്ത് വരും? രഹാഹേ എന്നാവും. ബച്ച കാംപർ ജ രഹാഹേ എന്നായി മാറും. ബച്ച എന്ന് പറയുമ്പോൾ പുല്ലിംഗ് പ്ലൂറൽ ഫോമാണ്, ബഹുവചനാണ്. ഇനി കവിതയുടെ ആസ്വാദന ടിപ്പണി എഴുതാൻ ചോദിച്ചിട്ടുണ്ട്. ഇനി ഒരു കഹാനിയുടെ ഒരു ഭാഗം തന്നിട്ടുണ്ട്, അതിനകത്ത് കുറച്ച് വാക്കുകൾ തന്നിട്ടുണ്ട്. ഇനി പ്രകാശ് ക സമാനാർത്ഥ ശബ്ദം, പ്രകാശ് എന്നതിന് സമാനാർത്ഥം വരുന്ന ഏതായിരിക്കും? റോഷ്നിയാണ്, നിങ്ങൾക്ക് അറിയാമല്ലോ അല്ലേ.
അടുത്തത് കറക്റ്റ് മാച്ച് ദ ഫോളോയിങ് ആണ് ചോദിച്ചേക്കുന്നത്. അത് നിങ്ങൾക്ക് ഈസി ആയിട്ട് കണ്ടുപിടിക്കാവുന്നേ ഉള്ളൂ. സോ ഇത്രയേ ഉള്ളൂ ഈ ഇയറിലെ. ഞാൻ പറഞ്ഞല്ലോ 1-2 ക്വസ്റ്റ്യൻ ഇതിനകത്ത് നമുക്ക് സ്കിപ്പ് അടിക്കാം. കാരണം 2018 ഇപ്പോൾ ഇല്ലാത്ത സിലബസിൽ 1-2 ചാപ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് ക്വസ്റ്റ്യനുണ്ട്. സോ അത് നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾക്കത് ഈസി ആയിട്ട് സ്കിപ്പ് ചെയ്യാവുന്നതാണ്. സോ താങ്ക് യു ഫോർ വാച്ചിങ്. ഇത് നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങൾ ബാക്കി ഫ്രണ്ട്സിനും കൂടി ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. താങ്ക് യു ഓൾ. ബൈ.